സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ ട്രിച്ചി കാഴ്ചകളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. സെൻറ്റ് ലൂർദ് ചർച്ച്. നമ്മൾ നേരത്തെ കണ്ട കോട്ടയുണ്ടല്ലോ, കോട്ടയം ഗുഹാക്ഷേത്രം ഉണ്ടല്ലോ, അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ചർച്ച് ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ ഇപ്പുറമാണ്. 1860 കാലഘട്ടത്തിലാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഏകദേശം 200 അടിയാണ്. ഇനി നമുക്ക് പള്ളിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ആ ഒരു കാലഘട്ടത്തിൽ നിർമ്മിച്ച ഏറ്റവും വലിയൊരു പള്ളിയാണിത്. ഇതിൻ്റെ ഈ ഒരു ഹൈറ്റ് മുന്നേ പറയുന്നത് കേട്ടാണ് ആരോ ഏഷ്യയിലെ തന്നെ 2ാമത്തെ ആരിനും ഹൈറ്റുള്ള ഒരു പള്ളിയാണിതെന്ന്. എൻ്റെ കറക്റ്റ് അറിയത്തില്ല, ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയ, പക്ഷെ അത് ഫൈനലായിട്ടില്ല. അതൊന്ന് ആരെങ്കിലും അറിയുമെങ്കിൽ അതിൻ്റെ ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്തതിന് ഉപകാരം. പറയുന്നത് കേട്ട മാത്രമാണ്. ഇന്ന് നമുക്ക് മെല്ലെ പള്ളീൻ്റെ ഉള്ളിലേക്ക് കയറാം. അവിടെ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളധികം ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പിന്നെ അവിടെ തന്നെ സെൽഫി ക്യാമറ പ്രൊഹിബിറ്റഡ് എന്നും ഉള്ളിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിലത്തെ കാര്യങ്ങൾ നമുക്കധികം എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ജസ്റ്റ് ഇവിടെ നിന്ന് നമുക്ക് കാണിക്കാൻ മാത്രം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്കിൾ സൺസൺ ഐസ്ക്രീമിൻ്റെ ഷോപ്പ്. വളരെ ചെറിയ ഷോപ്പാണ്, പക്ഷെ വളരെയേറെ പേര് കേട്ട ഒരു ഷോപ്പാണ് ഇത്. നമ്മൾ നേരത്തെ കണ്ട പള്ളിയിലെ പള്ളീൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 100 മീറ്റർ ഇപ്പുറമാണ്. ഇനി നമുക്ക് ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ മാംഗോ ഐസ്ക്രീമിന് ഓർഡർ ചെയ്തു. നമ്മുടെ ഫ്ലോറ ഫ്രൂട്ട് സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വേറെന്താണ്? ഇത് കൂടെ എവിടെയും കിട്ടൂല. ഈ ബാക്കോ എവിടെയാണെങ്കിലും എവിടെയോ ഈ ടേസ്റ്റ് വരൂല. ഇത് കണ്ട വനില ചോക്ലേറ്റ് ഒക്കെ 10 രൂപ 12 രൂപ റേറ്റ് അത്രയേ ഉള്ളൂ. മാക്സിമം ഫലൂഡ 50 രൂപ. അടിപൊളി ടേസ്റ്റാണ്. 1939 അല്ലേ? 1939 സ്റ്റാർട്ടായതാണ്. ഞാൻ ജനിച്ച കാലം മുതൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തിരുച്ചിയിലേക്ക് നമ്മൾ ആദ്യമൊക്കെ ഡ്രസ്സ് എടുക്കാൻ വരും. അപ്പോൾ ഇവിടെ വരാണ്ട് പോവില്ല. ആദ്യമൊക്കെ ഒരു 5 റുപ്പീസ് 3 റുപ്പീസ് അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പം മാക്സിമം 10 റുപ്പീസ് കയറിയിട്ടേ ഉള്ളൂ. പക്ഷെ അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ഇവിടെ വന്ന ഉറപ്പായിട്ട് ഇവിടെ എന്തായാലും കാരണം നമ്മൾ പള്ളീൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഷോപ്പ്. ഓക്കെ, ഇതിനടുത്ത് 1939 ഈ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങിയത്. ധാരാളം ആൾക്കാർ ഈ ഷോപ്പിൽ വരുന്നുണ്ട്. ഏറെ ഫേമസ് ആണ് ട്രിച്ചിയിൽ ഈ ഒരു ഐസ്ക്രീം ഷോപ്പ്. നമ്മുടെ ചങ്ങാതി സ്ഥിരം കസ്റ്റമറാണ്. അതിൻ്റെ ഇടയിൽ വേറൊരാളെയും കൂടി നമ്മളിപ്പോൾ പരിചയപ്പെടാം. എത്ര 10 വർഷത്തെ സ്ഥിരം കസ്റ്റമറാണ് നമ്മുടെ ഈ അക്ക. അത് ഒരേ ബ്രാൻഡേ കഴിക്കുകയുള്ളൂ. പിസ്തേൻ്റെ സാധനം മാത്രമേ കഴിക്കുകയുള്ളൂ. ഇതെന്താ പേര്? കേസർവാദം മാത്രമേ കഴിക്കുള്ളൂ. 10 വർഷമായിട്ട്. അടിപൊളി. അക്ക എന്നാ വേല ചെയ്യുന്നേ? എന്നാ വേല? സ്കൂൾ വേല. ഇങ്കേതാ കൂലി വേല എന്നല്ല. വീട് ഇങ്കേതാനാ? പാണ്ഡ്യപുരം. ഓക്കെ, സరే.
നമ്മളിവിടെ മൈക്കിൾ സൺസിൻ്റെ അടുത്ത് തന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചതോടുകൂടി പിക്കോട് തൽക്കാലം വിട പറയുകയാണ്. ഞാൻ ആദ്യം പോകാൻ ഉദ്ദേശിച്ച തഞ്ചാവൂർ, കുംഭകോണം, വേളാങ്കണ്ണി, ചിദംബരം റൂട്ടിലൊന്നും നാളിപ്പോൾ വെള്ളിയല്ലേ, വെള്ളി, ശനി, ഞായർ 3 ദിവസം ഇവിടെ ഒന്നും ഓപ്പൺ അല്ല. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പോണ്ടിച്ചേരിയിലേക്ക് വെച്ച് പിടിപ്പിക്കാനാണ് എൻ്റെ പ്ലാന്. അതുകൊണ്ട് വേയിൽ അതുവഴിയാണ് പോകുന്നത്. പറ്റുമ്പോൾ പുറമേ നിന്നുള്ള ഒരു ഷൂട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു. ഒരു ദിവസം എന്നെ സഹിച്ചതിൽ, ഈ കൊടിച്ചൂടി സഹിച്ചതിൽ വൈദ്യുതോട് ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ, നാവുള്ള സ്ഥലം തന്നെ മീനും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കുറേ സ്ഥലങ്ങൾ കാണാണ്ടുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇറ്റ് വാസ് റിയലി അമേസിങ്. സോ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചാനലും കൂടി കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വെറുതെ കാണും. അതുപോലെ ആൾക്കാരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് റെഡി ജൂട്ടാണ്. അതിൽ നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ സൈക്ലിംഗ് വീഡിയോ കൂടി ഞാനും പോവും. ഞാൻ ഒരു സൈക്ലിസ്റ്റാണ്. ആദ്യം തിരുച്ചി ടു ചെന്നൈ ഒരു സോളോ റൈഡൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് ഇനിയും കുറേ യാത്രകൾ നടത്തും. എൻ്റെ മലയാളം ഓക്കെ ആണോ എന്ന് താഴെ കമന്റിൽ അത് മലയാളം പഠിച്ചു വരുന്നേ ഉള്ളൂ. ഒരു പാതി മലയാളിയാണ്. ഞാൻ പറഞ്ഞ ഹസ്ബൻഡ് നമ്മുടെ സ്വന്തം തലശ്ശേരി പാനൂരുകാരനാണ്. ഓക്കെ ഡാ. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനൊന്ന് പരിചയപ്പെടാം. ഹസ്ബൻഡ് ഇപ്പം ജോലിക്ക് പോയിട്ടില്ല. ഹസ്ബൻഡിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പം ശരി, ബൈ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ നിതിൻ ചേട്ടൻ. ഹൈവറി നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ പാനൂരാണ് വീട്. ഇവരുടെ ഫ്ലാറ്റിലാണ് 2 ദിവസം ഞാൻ താമസിച്ചത്. നാളെ രാവിലെ ഞാൻ പോണ്ടിച്ചേരി ഡയറക്ഷനിലേക്ക് പോവുകയാണ്. ശരിക്കും എനിക്ക് നിതിൻ ചേട്ടനെ എല്ലാം പരിചയം. എനിക്ക് ഫ്ലോറേനെയാണ് പരിചയം. ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ 4 വർഷം മുന്നേ കണ്ണൂരിൽ നമ്മളൊരു സൈക്ലിംഗ് ഗ്രൂപ്പുണ്ട്. അവരുടെ ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അങ്ങനെ പരിചയപ്പെട്ടത്. അതിനുശേഷം ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നത്. കൈവരയുടെ കല്യാണത്തിനും എനിക്ക് വരാൻ വേണ്ടി പറ്റിയിട്ടില്ല. അന്നേരം വേറെ എന്തോ യാത്രയിലായിരുന്നു. അപ്പം ഇനി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഹൗസ് ഓണറോട് ചോദിക്കാം. പറയൂ, എന്താ വർക്ക് ചെയ്യുന്നത്, എത്ര വർഷമായി എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. 10 വർഷമായിട്ട് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എത്രയായി? ചെന്നൈയിൽ എത്രയായി? അല്ല, തമിഴ്നാട് എത്രയായി? തമിഴ്നാട്ടിൽ സർവീസ് നോക്കുകയാണെങ്കിൽ 5 വർഷത്തിന് മേലെയായി. മോളായി. മൊത്തം 10 വർഷമായി അല്ലേ? പാനൂർ എവിടെ? താഴച്ചമ്പാട് എന്ന് പറയും. താഴച്ചമ്പാട് എന്ന് പറയും. തലശ്ശേരി പോകുന്ന വഴിയിലാണ്. തലശ്ശേരി പോകുന്ന വഴി. ഓക്കെ. അപ്പോൾ വേറെ ഒന്നുമില്ലല്ലോ. ഇവര് നാട്ടുകാരനാണ്. നല്ലൊരു അടിപൊളിക്ക് ഫുഡൊക്കെ കഴിച്ചു. എന്തായാലും സന്തോഷം. ഇനി അടുത്ത വരുത്ത് ഇനിയിപ്പോഴേ ഇല്ല. ഇനി അടുത്ത കൊല്ലം ഒന്ന് ട്രിച്ചിയിൽ. ഇന്നിപ്പോൾ വന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലൊരു ക്ലൈമറ്റിൽ ഒന്നുകൂടി നമുക്ക് ട്രിച്ച് കവർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.